രാജു എബ്രഹാം ഇപ്പോൾ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ്. രാജു എബ്രഹാം മുമ്പ് റാന്നിയിൽ നിന്ന് MLA ആയിരുന്നു. 2011-ലും 2016-ലും ഒക്കെ രാജു എബ്രഹാം MLA ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഈ അടുത്ത ടേം 2 ടേം കഴിഞ്ഞ് കൊടുക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് മറ്റേ അവിടെ കേരള കോൺഗ്രസ് മാണിക്ക് സീറ്റ് കൊടുക്കുകയാണ്. അങ്ങനെ രാജു എബ്രഹാമിൻ്റെ നോമിനി ആയിട്ട് തന്നെയാണ് ഈ പ്രമോദ് നാരായണൻ. അല്ലാതെ അവിടെ കേരള കോൺഗ്രസ് എമ്മിന് ഒരു സ്ഥാനാർത്ഥി, പ്രത്യേകിച്ച് ഒരു ഹിന്ദു സ്ഥാനാർത്ഥി വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ക്നാനായ സമുദായത്തിൽ നിന്നുള്ള ആളാണ് രാജു എബ്രഹാം. വളരെ മുമ്പ് ദേശാഭിമാനിയുടെ ലേഖനമൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ കടകംപള്ളി ദേവസ്വം ബോർഡ് ദേവസ്വം മന്ത്രിയും ആയിരിക്കുന്നപ്പോൾ അന്ന് റാന്നി MLA രാജു എബ്രഹാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ അവർ രണ്ടുപേരും ഒന്നിച്ചാണ് പോയത് എന്നുള്ള ചിത്രങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ആദ്യം എന്തിനാ പോയതെന്ന് ഓർമ്മയില്ലായിരുന്നു. എന്തോ കുട്ടിയുടെ എന്തോ ചടങ്ങിന് ആണ് പോയത് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ചിത്രം വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രായമായ ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതുപോലത്തെ ബന്ധമൊക്കെ വേണമല്ലോ. അപ്പോൾ അതും എന്താണെന്ന് ഓർമ്മയില്ല എന്ന് കടകംപള്ളി പറയുന്നുണ്ട്. സപ്തതിയാണോ 84 എന്താണെന്നൊന്നും ഓർമ്മയില്ല. ഇത് ഞാൻ പോയിട്ടേ ഇല്ല എന്നാണ് രാജു എബ്രഹാം നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പൊ ചിത്രം വന്നപ്പോൾ ശരിയായിരിക്കും. എന്നാലും എന്തിനാണ്, എങ്ങനെയാണ്, ആര് ക്ഷണിച്ചിട്ടാണ്, എന്തടിസ്ഥാനത്തിലാണ് പോയത്? ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടാവും. എന്താണ് ചടങ്ങെന്ന് ആകെ ഒരു തന്മാത്ര രോഗം ബാധിച്ച പോലെയാണ് ഈ സഖാക്കൾ രണ്ടുപേരും ഈ കാര്യത്തിൽ പെരുമാറുന്നത്. അപ്പോൾ രാജു എബ്രഹാം 2011-ൽ 48.51% കിട്ടി വിജയിച്ചതാണ്. ഫിലിപ്പോസ് തോമസിനെ കോൺഗ്രസിലെ തോൽപ്പിച്ചതാണ്. 2016-ൽ 43.87% വോട്ട് കിട്ടിയിരുന്നു ജയിക്കുമ്പോൾ. ഇപ്പോൾ 2021-ൽ രമേശ് നാരായണൻ ജയിക്കുമ്പോൾ 41.22%, ഇത്ര കുറഞ്ഞിട്ടുണ്ട് രാജുവിനേക്കാൾ. റിങ്കു ചെറിയാൻ കോൺഗ്രസിൻ്റെ 40.21, ചെറിയ വോട്ടുകൾക്കാണ്, 800,000 വോട്ടുകൾക്കാണ് ജയിച്ചിരിക്കുന്നത് അവിടെ. BDJS-ന് 15.33% 4.73% കുറവായിരുന്നു. BDJS-ൻ്റെത് നമ്മൾ എവിടെ നോക്കിയാലും 2000 പരിതാപകരമായിരിക്കും. കുറയുകയോ അല്ലെങ്കിൽ വോട്ട് മറിക്കുകയോ എന്തൊക്കെയോ ചെയ്തതായിട്ട് നമുക്ക് സംശയം വരുന്ന വിധത്തിലാണ്. ഇത് 4.73% കുറഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് രാജു എബ്രഹാം ഈ പോറ്റിയെ കയറ്റിയവരുടെ കൂട്ടത്തിലേക്ക് പുതുതായിട്ട് രംഗപ്രവേശം ചെയ്യുകയാണ്. മാഷിതിനെ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ഈ പോറ്റിയെ കയറ്റിയത് ആരാണ് എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ആ ചോദ്യത്തിൽ ഒരു കാര്യം ഉറപ്പാണ്. സാറ് വളരെ സൂക്ഷ്മമായിട്ട് തുടക്കത്തിലേ ചൂണ്ടിക്കാണിച്ചത് ശബരിമലയിലെ അരുതായ്മകളിൽ തന്ത്രിക്കും തന്ത്രി കുടുംബത്തിനും പങ്കുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഈ തന്ത്രിമാരായ കളങ്കിതരായ തന്ത്രിമാരുടെ ചെലവിൽ ഒരു പക്ഷേ ഈ പത്തനംതിട്ട ശബരിമല ഇരിക്കുന്ന ജില്ല, അതെ അതെ തീർച്ചയായിട്ടും ആ ജില്ലയിലെ അവിടുത്തെ MLA ഒക്കെ നന്നായിട്ട് നോക്കുമല്ലോ. തീർച്ചയായിട്ടും അവിടുത്തെ MLA, അത് കഴിഞ്ഞ് അവിടുത്തെ പാർട്ടി സെക്രട്ടറി, ആ ഒരു സ്വാധീന ശക്തി ഉണ്ടല്ലോ. ആ സ്വാധീന ശക്തി തന്ത്രിമാരുടെ അവിടുത്തെ എല്ലാ ഇടപാടുകൾക്കും അവരുടെ പ്രൊട്ടക്ഷൻ കിട്ടണം. തീർച്ചയായിട്ടും അതിൻ്റെ പങ്ക് പറ്റുക, അല്ലെങ്കിൽ തിരിച്ചും തന്ത്രിമാരെയും ശബരിമലയെയും ഇവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, ഇത് രണ്ടും നടന്നിരിക്കണം എന്നത് ഉറപ്പാണ്. ഇപ്പോൾ ഒന്നൊന്നായി പുറത്തു വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ എൻട്രിയാണല്ലോ രാജു എബ്രഹാം. കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ ലിസ്റ്റിലുള്ളതാണ്, ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞതാണ്. അറസ്റ്റ് ചെയ്യാത്തത് എന്ത് എന്ന ചോദ്യമായി കിടക്കുകയാണ്, ചോദ്യചിഹ്നമായി കിടക്കുകയാണ്. തന്ത്രിയെ പിടിക്കുമ്പോൾ എന്താണ് മന്ത്രിയെ വിടുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ സംഗതി ഉണ്ടല്ലോ, ശബരിമലയിലെ കൊള്ളയിൽ തന്ത്രിയെ കയറ്റിയതാരാണ് എന്ന ചോദ്യം പോലെ തന്നെയാണ് തന്ത്രിയെ പോറ്റിയതാരാണ്. തന്ത്രിയെ കയറ്റേണ്ടവർ കയറ്റുകയും തന്ത്രി പോറ്റുകയും ചെയ്യുന്നതിനേക്കാളും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ പറഞ്ഞ അവസ്ഥയുണ്ടല്ലോ, ഈ പറഞ്ഞ അരുതായ്മകളെ മുഴുവൻ അവിടെ പോറ്റുന്നത് ആരാണ്. അതിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ 10 കൊല്ലമെങ്കിലുമായിട്ട് കേരളത്തിലെ CPM-ന്
അത് ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തായാലും പാർട്ടിയുടെ സ്വാധീനമായാലും ദേവസ്വം ബോർഡ് ആര് ഭരിച്ചാലും അല്ലെങ്കിലും സാറേ പത്തനംതിട്ട ജില്ലയിലെ ഈ രാജു എബ്രഹാം മറ്റേയാള് പത്മകുമാർ ഇതൊക്കെ ജില്ലാ കമ്മിറ്റിയല്ലേ, ഇതൊക്കെയല്ലേ പാർട്ടി ആണാണ്, അവർ തന്നെയാണ് പാർട്ടി. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിക്ക് പിന്നെ ഈ CPM-ൻ്റെ ഒരു സ്വഭാവം അടിസ്ഥാനപരമായിട്ട് സാറിന് അറിയാലോ, അതെനിക്ക് തോന്നുന്നു ആ പവർ ഇപ്പോഴും കേരളത്തിലെ UDF-ഓ BJP-യോ മനസ്സിലാക്കിയിട്ടില്ല. ഏത് പാർട്ടി കേരളം ഭരിച്ചാലും സംഘടനാ സംവിധാനം ഒരു ശക്തിയാണ് CPM-ന്. ആര് ഭരിക്കുമ്പോഴും, ഇപ്പോൾ എനിക്കറിയാം UDF ഭരിക്കുമ്പോഴും CPM-ന് ഒരു മേധാശക്തി കേരളീയ സമൂഹത്തിലുണ്ട്, മിക്ക ജില്ലകളിലും ഉണ്ടത്. അവരറിഞ്ഞ് ഇപ്പോൾ കോഴിക്കോട്ടങ്ങാടിയിൽ ഒരു ഇഞ്ച് ഭൂമി വിൽക്കണമെങ്കിൽ തൊഴിലാളി നേതാവ് എന്ന മേൽവിലാസത്തിൽ അറിയപ്പെടുന്ന എളമരം കരീമിന് കപ്പം കൊടുക്കണം എന്ന അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതൊരു ശേഷിയാണ്, സംഘടന ഇവർക്കൊരു അധികാര കേന്ദ്രമാണ്. അത് ശബരിമലയിൽ മറ്റെന്തിനേക്കാളും ഉണ്ട് എന്നുള്ളത് ഉറപ്പല്ലേ? അപ്പോൾ രാജു എബ്രഹാം ഇപ്പോൾ മറവി രോഗം ബാധിച്ചു അത്രേ. ഈ സാറ് അതിൻ്റെ പേര് കറക്റ്റാണ്. ഈ നല്ല സിനിമകൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടായിരിക്കും, തന്മാത്രാ രോഗം എന്ന് പേര് കൊടുക്കാന്. നമുക്ക് മലയാളിക്ക് കുറേ കൂടി എളുപ്പം പരിചയമുള്ള ഒരു പേരുമാണത്. മറവി രോഗത്തെ ആസ്പദമാക്കി ഒരു സിനിമ വന്നപ്പോൾ അതിന് തന്മാത്ര എന്ന് പേര് പറയാമെങ്കിൽ പിന്നെ പഴയ പേരിലേക്ക് പോകണ്ടല്ലോ, തന്മാത്രാ രോഗം തന്നെ പേര് കൊടുത്താൽ മതി. ഇവർക്കൊക്കെ അത് ബാധിക്കുന്നു. എത്ര സമർത്ഥമായിട്ടാണ് തന്മാത്രാ രോഗം ഇവരെ ബാധിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് ഓർമ്മയില്ല, അപ്പം പിടിക്കുന്നത് വരെ ഞാൻ അറിഞ്ഞിട്ടേയില്ല. പിടിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു തെളിവ് ഹാജരാക്കിയാൽ അങ്ങനെ ഉണ്ടോ, അത് എനിക്ക് പോലും ഓർമ്മയില്ലല്ലോ എന്ന്. അല്ല, ഈ കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ വേറൊരു കാര്യം ചെയ്തു. കടകംപള്ളിയും ശിവൻകുട്ടിയും തമ്മിൽ കണ്ടാമിണ്ടില്ലല്ലോ. അപ്പോൾ ശിവൻകുട്ടി നിയമസഭയിൽ സോണിയാഗാന്ധിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. ഇന്നലെ നിയമസഭയിലേക്ക് പോവാതെ കടകംപള്ളി വീട്ടിൽ തന്നെ ഇരുന്നു. നിയമസഭയുടെ അകത്ത് മറ്റേ ശിവൻകുട്ടി ആരാണ് സ്വർണ്ണ ബ്രേസ്ലെറ്റ് സോണിയാഗാന്ധി അണിയിച്ചത്, ആരാണ് സോണിയാഗാന്ധിയെ കാണാൻ പോയത് എന്ന് പറഞ്ഞിട്ട് അടൂർ പ്രകാശിനെയും ആന്റോ ആന്റണിയെയും പറ്റിയൊക്കെ ചീത്ത പറഞ്ഞു. പക്ഷേ മാധ്യമപ്രവർത്തകർ കടകംപള്ളിയെ കാണാൻ പോയപ്പോൾ കടകംപള്ളി പറഞ്ഞു, കളങ്കിതനായ ഒരാളെ സോണിയാഗാന്ധി അവരുടെ വീട്ടിൽ കയറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. അന്നത്തെ ആ പോറ്റിയുടെ വീട്ടിലാണ് ഞാനും പോയത്, ഇന്നത്തെ പോറ്റിയുടെ വീട്ടിലല്ല കടകംപള്ളി പറഞ്ഞു. അപ്പൊ കടകംപള്ളി ഈ സോണിയാഗാന്ധിയെ വിശ്വസിക്കുന്നു, വിമോചിപ്പിച്ചു. അതെ അതെ. രണ്ട് ഈ പോറ്റി കളങ്കിതനല്ല, അന്നത്തെ പോറ്റി ഏറ്റവും ചുരുങ്ങിയത് അന്നത്തെ പോറ്റി കളങ്കിതനല്ല. കളങ്കിതനല്ലാത്ത പോറ്റിയെയാണ് സോണിയാഗാന്ധി ട്രീറ്റ് ചെയ്തത്, സ്വീകരിച്ചത്. അയാളെ തന്നെയാണ് ഞാനും സ്വീകരിച്ചത്. എത്ര സമർത്ഥമായിട്ടാണ് ഒരു ബാലൻസ് ഒപ്പിച്ചിട്ട് ഒരു ലിങ്ക് ഉണ്ടാക്കിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അപ്പം തന്നെ ഉറപ്പാണല്ലോ, അത് വളരെ കൃത്യമാണല്ലോ ഈ ബന്ധങ്ങളൊക്കെ. സോണിയാഗാന്ധി അത് രാഷ്ട്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ലേ പാർട്ടി ചെയ്യേണ്ടത്. ശിവൻകുട്ടിയും സോണിയാഗാന്ധിയും വിമർശിച്ചത് ശരിയാണോ? കാരണം രണ്ടും ഇന്ത്യൻ മുന്നണിയുടെ ഭാഗമല്ലേ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള സോണിയാഗാന്ധിയെ സംരക്ഷിക്കേണ്ട ബാധ്യത ശിവൻകുട്ടിക്കില്ലേ? ഈ ബ്രേസ്ലെറ്റ് എനിക്കറിഞ്ഞൂടാ അതിന്റെ ഒരു വാർത്താ സംഭവം. കാരണം സോണിയാഗാന്ധി ആഭരണങ്ങളൊന്നും അണിയുന്നത് ഇതുവരെ നമ്മളാരും കണ്ടിട്ടില്ല. ബ്രേസ്ലെറ്റ് ഒന്നും അല്ല, എന്തോ കൊടുക്കുന്നുണ്ട്, കൊടുത്തിട്ടുണ്ടാവാം ഗിഫ്റ്റ്. ഇപ്പൊ രാഷ്ട്രീയക്കാരല്ലേ. പിന്നെ വേറൊരു കാര്യം തീർച്ചയാണ് കേട്ടോ, അതായത് അവരെ കുറിച്ച് സോണിയാഗാന്ധിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടി. അതാരോ എനിക്ക് തോന്നുന്നു ശൈല ടീച്ചറോ മറ്റോ ഇന്നലെ പറയുന്നത്. സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയ അത്ര എളുപ്പമൊന്നുമല്ല. നിങ്ങൾ വലിയ പത്രക്കാരാണോ, ഏഷ്യാനെറ്റിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വലിയ മീഡിയക്കാരാണല്ലോ, ചെന്നൊരു അപ്പോയിന്റ്മെന്റ് വാങ്ങൂ, എളുപ്പമൊന്നുമല്ല. Z കാറ്റഗറിയേക്കാളും വലിയ സുരക്ഷയുള്ള ഒരാളാണ്. അവരുടെ അടുത്ത് പോറ്റിക്ക് ആക്സസ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് സംശയാസ്പദമാണ്. അത് കൃത്യമാണ് സാറേ. സാറ് തുടക്കത്തിലേ നമ്മൾ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവർക്ക് ഇറ്റലിയിൽ ഇവരുടെ ബന്ധുക്കൾക്ക് സഹോദരങ്ങൾക്കൊക്കെ തന്നെ ഈ ആൻറ്റിക് ബിസിനസ്സാണ്. ആൻറ്റിക്കിൻ്റെ വില നമ്മളെ ഈ പൊട്ടന്മാർ കണക്കൂട്ടുന്ന സ്വർണ്ണം ഉരുക്കി തൂക്കി അത്ര കിട്ടുന്നല്ലോ നോക്കുന്നത്. ആൻറ്റിക്കിൻ്റെ വില സ്വർണത്തിൻ്റെ വിലയല്ലല്ലോ, അതിൻ്റെ മാർക്കറ്റ് വേറെയല്ലേ. ഞാൻ ഈയിടെയാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റ് മലയാളത്തിലെ ഒരു 2 കൊല്ലം മുമ്പ് ഒരു പക്ഷേ മുൻകൂട്ടി ഈ ഒരു ആൻറ്റിക് മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞൊരു പുസ്തകമാണ് തപോമയിയുടെ അച്ഛൻ, ഈ സന്തോഷ് കുമാറിൻ്റെ. അപ്പോൾ എനിക്ക് തോന്നി പല കാര്യങ്ങളും നമ്മുടെ എഴുത്തുകാർ കുറച്ച് മുമ്പെങ്കിലും പറയുന്നുണ്ട്, നേരത്തെ പറയുന്ന പക്ഷികൾ എന്ന് പറയില്ലേ. അപ്പോൾ അത് ആ അർത്ഥത്തിൽ സോണിയാഗാന്ധിയുമായിട്ട് ആ കണക്ഷൻ ഉണ്ടാവുന്നേ, ഒരു ലിങ്ക് ഉണ്ടാക്കി കൊടുക്കാനും. ചേച്ചിയാണോ അനിയത്തിയാണോ എന്നറിയില്ല അവർക്ക്. അപ്പോൾ രാജു എബ്രഹാം എന്തായാലും അദ്ദേഹത്തിന് മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. ഇത് ഇപ്പോഴത്തെ സ്ഥിതി അതല്ലേ സാറേ, എനിക്ക് ചിലതൊക്കെ അറിയാം. തീർച്ചയായും എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി ആകുമെന്നാണ് ഞാൻ പറയുന്നത്. അതല്ലേ ഇപ്പോൾ സാധ്യത. സമീപകാലത്ത് സാറിന്റെ ദീർഘകാലത്തെ സാറിന്റെ പരിചയം വെച്ചെടുത്ത് നോക്കൂ. CPM-നകത്ത് വിമർശനത്തിന്റെ കൂരമ്പുകൾ തൊടുത്തു വിട്ടവരെ ഒക്കെ
ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്താ? അവരെയൊക്കെ സ്ഥാനാർത്ഥിയാക്കാൻ പരിഗണിക്കുന്നു എന്നാ. അത് പഴയ കൊമ്പന്മാർക്ക് മാത്രമല്ല, പുതിയ കാലത്തും. ഇപ്പോൾ വിമർശിക്കുന്നവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്ത് തിരിച്ചു കൊണ്ടുവരിക, വിമർശനം ഇല്ലാതാക്കുക എന്നൊരു നിലയിലേക്കല്ലേ പോകുന്നത്. രാജു എബ്രഹാമിനും സീറ്റ് കിട്ടാനാണ് സാധ്യത എന്ന് ഞാൻ വിചാരിക്കണം. മത്സരിക്കണമെന്ന് പൂതിയുള്ളത് കൊണ്ട് കൂടിയായിരിക്കണം ഒരു പക്ഷേ. നല്ലതാ, രാജു എബ്രഹാം മത്സരിക്കുക, വാസവൻ മത്സരിക്കുക. അപ്പൊ ശബരിമല എന്തായാലും ഒന്ന് സജി ചെറിയാനെ സംസ്കാരം തന്നെ ഏൽപ്പിക്കുക. അപ്പൊ വളരെ സജീവമായിട്ട് ശബരിമല നിൽക്കാൻ രാജു വാസവൻ ഇവരൊക്കെ സ്ഥാനാർത്ഥികളാണ്. തീർച്ചയായിട്ടും നല്ലതാണ്. കേരളത്തിൽ ഈ പ്രതിപക്ഷം എന്നൊന്നുണ്ടെങ്കിൽ അവർക്ക് വല്ലതും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യാനും അത് നല്ലതാണ്. അവരെ കർമ്മനിരതരാക്കാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.